ജനം ഏതെങ്കിലും മുന്നണിയുടെ പോക്കറ്റിലല്ല എന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം നാടിനെ ദുർബലപ്പെടുത്താനുള്ള ഒന്നായി മാത്രം കാണേണ്ടിയിരിക്കുന്നുവെന്നും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കായംകുളം മണ്ഡല സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വൻ വരവേൽപ്പൊരുക്കിയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരടങ്ങുന്ന സംഘത്തെയും വേദിയിലേക്ക് ജനങ്ങൾ വരവേറ്റത്. നവകേരള സദസ്സിന്റെ ജില്ലയിലെ 3-ാം ദിവസത്തെ പര്യടനം തുടങ്ങിയത് കായംകുളം മണ്ഡലത്തിൽ നിന്നായിരുന്നു. നഗരത്തിലെ എൽമെക്സ് മൈതാനമായിരുന്നു വേദി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിറഞ്ഞ കയ്യടികളോടെയാണ് ജനങ്ങൾ എതിരേറ്റത്. ജനം ഏതെങ്കിലും മുന്നണിയുടെ പോക്കറ്റിലല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം നാടിനെ ദുർബലപ്പെടുത്താനുള്ള ഒന്നായി മാത്രം കാണേണ്ടിയിരിക്കുന്നുവെന്നും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളാണ് ഇതിലെല്ലാം ഏറ്റവും കരുത്തുള്ള വിഭാഗമെന്നത് നാം എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജനങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെയോ മുന്നണിയുടെയോ പോക്കറ്റിൽ അങ്ങനെ കഴിയുന്നവരാണ് എന്ന വ്യാമോഹമൊന്നും വേണ്ട. കാര്യങ്ങൾ വിലയിരുത്തിയാണ് ജനങ്ങൾ തീരുമാനമെടുക്കുന്നത്. ആ നിലപാടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രതിഭ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ GR അനിൽ, അഹമ്മദ് ദേവർകോവിൽ, മുഹമ്മദ് റിയാസ് എന്നിവരും സംസാരിച്ചു. കൂറ്റൻ പന്തലിന് ഉൾക്കൊള്ളാവുന്നതിലധികം ജനങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമാകാനെത്തിയിരുന്നു. പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കാനായി 15-ലധികം കൗണ്ടറുകളാണ് പ്രവർത്തിച്ചത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.